പക്ഷേ അപ്പം അവന് ശരിക്കും ഓക്കെ ആയോ? ശരിയാണ് ദിനേശ, ആദ്യം കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, സത്യമാണ്. അതേന്ന് ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചല്ലേ. ആ, അന്ന് നമുക്ക് അവനെ ഇപ്പം തന്നെ പോയി കാണാം. 20 വർഷമായി. എടാ അവനിപ്പോൾ നമ്മളെ കണ്ടാൽ മനസ്സിലാവോ? വാ നമുക്കൊന്ന് പോയേക്കോ. വാ പോയി നോക്കാം. നിങ്ങൾ ക്ലാസ്മേറ്റ് അല്ലേ? ആ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. ആ ആ ആ, അതവിടെ നല്ല വിശേഷം. കുഴപ്പമില്ല. നല്ല വിശേഷം. ഇവിടെ കുറെ കാലം കണ്ടിട്ട് ആ, ഞങ്ങളൊക്കെ മനസ്സിലായ? ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. 10-20 വർഷമായില്ലേ, ഞങ്ങളൊക്കെ മറന്നുപോയെന്ന് വിചാരിച്ചു. അവനൊരു മാറ്റം മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ കഴിക്കുന്നുണ്ട്. വിഷ്ണുവിനെ ഈ നിലയിലേക്ക് എത്തിക്കാനായിട്ട് അച്ഛനമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന്റെ ഫലം ഈശ്വരൻ നിങ്ങൾക്ക് തന്നു. നീ രക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾക്ക് സന്തോഷമായിടാ. മാഷേ, നമ്മൾ ജീവിക്കുന്നതൊക്കെ മക്കൾക്ക് വേണ്ടിയല്ലേ. ഇനിയിപ്പോൾ ഇപ്പം സുഖമായില്ല, കുറേ കാലം കൂടി നോക്കേണ്ടി വന്നാലും എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ മോനെ നോക്കാണ്ട് പറ്റുമോ? അവനെ എങ്ങനെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പ്രതാപേട്ടൻ്റെ ഈ മനസ്സിൻ്റെ നന്മ തന്നെയാണ് അവനെ തിരിച്ചു കിട്ടിയത്. ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ പ്രതിഭേട്ടാ? ആ, വാടാ നമുക്ക് പുറത്തൊന്ന് പോയി കറങ്ങിയിട്ട് വരാം. ആ ചെല്ലുമോനെ, അവളും കൂടെ പൊക്കോ. ഞാൻ യൂബർ വിളിക്കാം, നമുക്ക് ടൗണിലേക്കൊന്നേ കറങ്ങിയിട്ട് വരാം. എടാ എന്ത് യൂബറാ? ആ നിനക്കറിയില്ലല്ലേ യൂബറടാ. ഇതിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി നമ്മുടെ വീട്ടിലെത്തും. ആ ഇതെന്തത്? ഇത് മൊബൈൽ ഫോണാടാ. മൊബൈൽ ഫോണാ? ആ മൊബൈൽ എന്ന് പറയും. ഇതില് കുത്തുന്ന ഇതൊക്കെ എവിടെ? ഉണ്ടത് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഈ ലോകം മുഴുവൻ വിരൽത്തുമ്പിലാണെന്നോ, ആ യുഗമാണ് ഇപ്പോൾ. അതാണ് ഇത്. ഇത് നമ്മുടെ അടുത്തില്ല. അടുത്തുണ്ട്. അതെ. എടാ നിങ്ങളെന്നാണ്ട് റോളിക്ക് കിടന്ന വണ്ടി ഇതാ പഠിക്ക് വരും. എടാ ഇത് നമ്മള് പണ്ട് കളിച്ചോണ്ടിരുന്ന പറമ്പല്ലേ? നമ്മൾ പണ്ട് വോളിബോൾ കളിച്ചിരുന്ന വോളിബോൾ കോർട്ടായിരുന്നു. അന്ന് നമ്മളിവിടെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തോരം പിള്ളേരായിരുന്നു. പറ്റണമില്ലല്ലോ. നമ്മൾ കളിച്ചിരുന്ന വോളിബോൾ കളിച്ചിരുന്ന ഇവിടെ അല്ലേ. ഇപ്പൊ പിള്ളേരുകളൊക്കെ പോയില്ലേ പുറത്തേക്ക്, ഇറ്റലിയിലും യുകെയിലും അവിടെയൊക്കെ ആയിട്ട് പോയി ജോലിയായിട്ട് പോയേക്കില്ല. നാട്ടില് പിള്ളേരേ ഇല്ല. ഇപ്പൊ നമ്മളും കുറച്ച് ബംഗാളികളും ഉണ്ട്. ബംഗാളികൾ എല്ലാ കാര്യത്തിനും ബംഗാളീസ് മാത്രം. എടാ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? വെള്ളം എന്തെങ്കിലും കുടിക്കണോ? ഇല്ല, കുഴപ്പമില്ല. ഈ ബംഗാളികൾ എന്ന് വെച്ചാൽ അവരാണ് ഇപ്പൊ ഇവിടേക്ക് വരുന്നത്. ആദ്യം ഇവിടെ 1-2 പേരുണ്ടായിരുന്നല്ലോ അവരൊക്കെ. ഇപ്പൊ ഇഷ്ടം പോലെ ബംഗാളി മാത്രല്ല, ആസാം, നേപ്പാളീസ് എല്ലാവരും ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വന്നു തുടങ്ങി. അതിതാ OTP എന്താ ഒരു OTT എന്തോ OTP. എന്താ സംഭവം? അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടാ? അതെന്താ? അതൊരു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിൽ എത്തിക്കും. ആ സംവിധാനമൊക്കെ ആയി. എല്ലാ അപ്പൊ ഒരു നമ്പർ വരും, ആ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സാധനം തന്നു അവർ പോകും. നിനക്ക് എന്താ വൈകിട്ട് കഴിക്കാൻ വേണ്ടത്? വൈകിട്ട് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല? അല്ല, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, അപ്പൊ വീട്ടിലെത്തും. ഭക്ഷണം ഓർഡർ ചെയ്താലും വീട്ടിലേക്ക് വരും. സ്വിഗ്ഗിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് അതും വീട്ടിലെത്തും. ഭക്ഷണം എത്തും. പിന്നെ വീട്ടിലെത്തും. പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പഴയ കളികളൊക്കെ തുടങ്ങിയല്ല. ആ, അത് നല്ല കാര്യമാണ്. നമുക്കൊന്ന് മൊത്തം ക്ലീൻ ചെയ്ത് ആ പഴയ എടാ ഈ ഫോണൊന്ന് നോക്കിയേ, ഇഷ്ടമായി നോക്കിയേ. നല്ല ഫോണാണല്ലോ. ഓർഡർ ചെയ്യട്ടതാ നിനക്ക്? എനിക്കാ? അപ്പൊ പൈസ കൊടുക്കണ്ടേ? അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പേ ചെയ്യാം. ഇതിൽ നിന്ന് പൈസ അയക്കാൻ പറ്റുമോ? ഗൂഗിൾ പേ. എന്താ ഈ ഗൂഗിൾ പേ? അത് പുതിയൊരു സംവിധാനമാണ്. ആർക്കാണോ നമുക്ക് പൈസ കൊടുക്കാനുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഫോൺ വഴി പൈസ അയച്ചു കൊടുക്കാം. ഒരു 18-19 വർഷം മുമ്പ് ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ദിജീഷേട്ടനെ ഞാൻ കൂടി പോവുകയാണ്. അന്നൊരു വണ്ടി വന്ന് തട്ടി ഞാൻ എവിടെയോ തെറിച്ച് വീണ് തലയൊക്കെ പൊട്ടി. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ എന്തോ ഒരു വ്യത്യാസങ്ങളാണ്. ഈ 20 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് സംഭവിച്ചേക്കണത്. കാലഘട്ടത്തിൻ്റെതായുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും.